ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആംസ് ഹെവൻ. അപ്പോൾ കുറേ നാളിന് ശേഷം ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഈ പ്രാവശ്യം ഒരു മീഷോ ഹോളാണ് കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ മാസം നാട്ടിൽ പോയിരുന്നു. അപ്പോൾ നാട്ടിൽ മാർച്ച് ഏപ്രിൽ ആ ഒരു ടൈമിൽ ക്ലൈമറ്റ് അറിയാലോ, നല്ല സമ്മറായിരിക്കും. അതുകൊണ്ട് തന്നെ കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന കോട്ടൻ്റെ ഡ്രസ്സുകളാണ് ഞാൻ വാങ്ങിച്ചത്. സാധാരണ എല്ലാ പ്രാവശ്യത്തെയും പോലെ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ മീഷോ, ആമസോൺ അതിൽ നിന്നൊക്കെ കുറച്ചധികം ഐറ്റംസൊക്കെ ഓർഡർ ചെയ്ത് വെക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക പ്രവാസികളും അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ മീഷോന്ന് കുറച്ച് ഡ്രസ്സുകൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സാധാരണ മീഷോ എന്ന് ചെയ്യുമ്പോൾ എല്ലാവർക്കും അറിയാലോ, ഒന്നില്ലെങ്കിൽ ക്വാളിറ്റി ഇഷ്യൂസ് ഉണ്ടാവും, അല്ലെങ്കിൽ സൈസ്, എനിക്ക് മിക്കവാറും സൈസിൻ്റെ ഇഷ്യൂസാണ് വന്നിരിക്കുന്നത്. അങ്ങനെ റിട്ടേൺ ചെയ്യുകയാണ് പതിവ്. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ഓർഡർ ചെയ്ത് എനിക്ക് കിട്ടിയ എല്ലാ ഡ്രസ്സുകളും അടിപൊളിയായിരുന്നു. പ്രൈസും എല്ലാം ഒരു 300 ബിലോ ഒക്കെ വരുന്നുള്ളൂ, മാക്സിമം 350. അതിൻ്റെ മേലെയൊന്നും പ്രൈസ് വരുന്നില്ല കേട്ടോ. ഞാൻ വാങ്ങിച്ച ടൈമിൽ അങ്ങനെയായിരുന്നു. ഇപ്പോൾ കുറച്ച് ചേഞ്ചസ് ഉണ്ടാവും, പക്ഷേ ആ ഒരു റേറ്റിന് എല്ലാം നല്ല അടിപൊളി ക്വാളിറ്റി ആയിരുന്നു. ഞാൻ വാഷ് ചെയ്തു, ഒരു 2-3 വട്ടം എല്ലാം വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് എൻ്റെ ജെന്യുവനായിട്ടുള്ളൊരു റിവ്യൂ ആണ് ഞാൻ പറയുന്നത്. പിന്നെ എല്ലാവർക്കും അറിയുന്ന പോലെ ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ എന്നല്ല, എൻ്റെ ചെറിയ ചാനലാണ്. അതുകൊണ്ട് ഹോണസ്റ്റ് ആയിട്ടുള്ളൊരു റിവ്യൂ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. എനിക്ക് മാത്രമല്ല കേട്ടോ, ഞാൻ പിള്ളേർക്കും കൂടി വീട്ടിലിടാൻ പറ്റുന്ന പോലത്തെ ഡ്രസ്സുകൾ, ഡെയിലി വെയർസും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതും വലിയ കുഴപ്പമില്ലാത്തൊരു റേഞ്ചിലാണ് എനിക്ക് കിട്ടിയത്. അത് 5 എണ്ണത്തിൻ്റെ പാക്കായിട്ടാണ് ഞാൻ 2 പേർക്ക് വാങ്ങിച്ചത്. ആദ്യം തന്നെ മാൾട്ടിക്ക് വാങ്ങിച്ചത് കാണിച്ചു തരാം. അവൾക്ക് ഇങ്ങനത്തെ ടീഷർട്ട്സും പിന്നെ ഇതുപോലത്തെ 3/4 പാൻസും ആണ്. ഇത് റാൻഡം കളേഴ്സാണ് കേട്ടോ, നമുക്ക് സെലക്ട് ചെയ്യാനൊന്നും പറ്റില്ല. റാൻഡം കളേഴ്സിലുള്ള പാൻസും ടീഷർട്ട്സും ആയിരിക്കും. അത് നമുക്ക് മാച്ചിങ് കളേഴ്സായിട്ട് കിട്ടണമെന്നില്ല, പക്ഷെ വീട്ടിലിടാനല്ലേ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇതും കോട്ടനാണ്. ഞാൻ വാഷ് ചെയ്തിരുന്നു കേട്ടോ, അപ്പോൾ കുറേ വട്ടം വാഷ് ചെയ്തിട്ടുണ്ട്, ഇതുവരെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഈ പ്രിൻ്റൊന്നും അത്ര ക്വാളിറ്റി ഇല്ല, ഇതുവരെ കുഴപ്പമില്ല. പക്ഷെ പതുക്കെ എന്തായാലും പ്രിൻ്റൊക്കെ പോവും. അതുപോലെ തന്നെ ഞാൻ ആദുട്ടനും വാങ്ങിച്ചിരുന്നു. അവന് ഇതുപോലത്തെ ട്രൗസറും പിന്നെ അതിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള ടീഷർട്ട്സും ഇങ്ങനത്തെ 5 എണ്ണത്തിൻ്റെ സെറ്റായിരുന്നു കേട്ടോ. മാൾട്ടിക്കും 5 എണ്ണത്തിൻ്റെ സെറ്റ് തന്നെയായിരുന്നു. ഇതുപോലത്തെ സെയിം കളറ് ഒരു ടീഷർട്ടും അതിലെന്തെങ്കിലും പ്രിൻ്റ് ഉണ്ടാവും. ട്രൗസർ പ്ലെയിൻ ആണ്. ഇതും വാങ്ങിച്ചിരുന്നു. ഇതും കോട്ടനാണ്. ഞാൻ വാഷ് ചെയ്തു, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ വാങ്ങിച്ച എല്ലാ ഡ്രസ്സുകളും മക്കളുടെ അടക്കം ഒരു വാഷ് കഴിഞ്ഞപ്പോൾ ചെറുതായിട്ടൊന്ന് ചുരുങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ അത് അത്രയും നമുക്കൊരു ഹ്യൂജ് ഡിഫറൻസ് ഒന്നും സൈസിൽ വരുന്ന പോലെ എനിക്ക് തോന്നിയില്ല. പക്ഷെ കോട്ടൺ ആയതുകൊണ്ടായിരിക്കാം കുറച്ചൊന്ന് ചുരുങ്ങിയിട്ടുണ്ട്. അതുപോലെ ഈ ഡ്രസ്സുകളൊന്നും കളറൊന്നും പോയിട്ടില്ല കേട്ടോ ഇതുവരെ. ഇപ്പോൾ ഞാൻ വാഷിംഗ് മെഷീനിലിട്ടാണ് വാഷ് ചെയ്യുന്നത്, പക്ഷെ വേറെ തുണികളിൽ കളറാവേ അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. അതുകൊണ്ട് അങ്ങനത്തെ ഇഷ്യൂസും ഉണ്ടായിട്ടില്ല. ഇതിൻ്റെ എല്ലാം റേറ്റ് ഞാൻ സൈഡിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എല്ലാത്തിൻ്റെയും ലിങ്കും കൊടുക്കാം കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. ഇപ്പോൾ മക്കൾക്ക് വീട്ടിലിടാനൊക്കെ ഇങ്ങനത്തെയൊക്കെ നല്ലതാണ്. ഞാൻ ആദ്യത്തന്നെ കഴിഞ്ഞ പ്രാവശ്യവും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ടീഷർട്ടും ട്രൗസറും വരുന്ന ഒരു സെറ്റ്, അതും 5 എണ്ണത്തിൻ്റെ സെറ്റായിരുന്നു. അത് അവൻ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അവൻ വലുതായത് കൊണ്ട് ഓരോ വർഷം കഴിയുമ്പോഴും കുട്ടികൾ വലുതാവുമല്ലോ, അതുകൊണ്ട് മാത്രം ആ ടീഷർട്ടിൻ്റെ സൈസൊക്കെ ഒന്ന് ഇത്തിരി ചെറുതായി എന്നല്ലാതെ ഡ്രസ്സിനൊന്നും ഒരു കുഴപ്പം പറ്റിയിട്ടില്ല. ഇപ്പോഴും നമുക്ക് നല്ലപോലെ യൂസ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഇതും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിച്ച ഡ്രസ്സുകൾ കാണാം കേട്ടോ. അതിൽ ഫസ്റ്റ് തന്നെ ഈ ഒരു കുർത്തിയാണ്. ഇതൊരു 3 പീസ് സെറ്റാണ്. പാൻറ്റ്, ബോട്ടം, ദുപ്പട്ട അങ്ങനെയാണ് വരുന്നത്. ഇത് ഫോട്ടോയിൽ കണ്ടപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഭംഗി തോന്നി കേട്ടോ. ബ്ലൂ കളറും പിന്നെ ഒരു സിൽവർ കളറും മിക്സ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ കയ്യിൽ കിട്ടിയപ്പോൾ ഫോട്ടോയിൽ കണ്ട അത്രയും ഭംഗിയില്ല. എന്നാൽ ഇതൊരു അടിപൊളി സംഭവം തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ മെറ്റീരിയൽ ആണെങ്കിലും വലിയ മോശമില്ല, കോട്ടനാണ്. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ബട്ടൺ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ പാൻറ്റ് വരുന്നത് പ്ലെയിൻ ആണ് കേട്ടോ. അത് ഞാനിപ്പോൾ വേറെ ചെയ്തിരിക്കുക, കാണുന്നുണ്ടാവില്ല. പാൻറ്റ് വരുന്നത് പ്ലെയിൻ ആണ്. ഒരു ബ്ലൂ കളറാണ്, ഡാർക്ക് ബ്ലൂ. അതുപോലെ തന്നെ അതിൻ്റെ ദുപ്പട്ടയും ഇത് ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. നല്ല ദുപ്പട്ടയാണ്, കാണാനും നല്ല ഭംഗിയാണ്. ഇതിൽ കൂടുതലും ഒരു വൈറ്റ് ത്രെഡിൻ്റെ വർക്ക് പോലെയാണ് വന്നിരിക്കുന്നത്. നല്ല ക്ലാസ് ലുക്കാണ് ഇത്. നമ്മളൊന്ന് നല്ലപോലെ സ്റ്റൈൽ ചെയ്ത് വെയർ ചെയ്ത് കഴിഞ്ഞാൽ മെറ്റീരിയൽ വൈസ് ആണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടു. വാഷ് ചെയ്തിട്ട് കളറൊന്നും പോയിട്ടില്ല. അതുപോലെ ഇതിൻ്റെ സൈസും ചെറുതായിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ വാങ്ങിച്ചത് മീഡിയം സൈസാണ്. എല്ലാം ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് മീഡിയം സൈസാണ്. എനിക്ക് ചെറിയൊരു ലൂസ് ഉണ്ട്, പക്ഷെ എനിക്ക് കുഴപ്പമില്ല. എനിക്കിപ്പോൾ കുറച്ച് ലൂസിലിടുന്നതാണ് കംഫർട്ടബിൾ. അതുകൊണ്ട് ഇത് ഓക്കെയാണ് കേട്ടോ ഈ സൈസ്. ഇതിൻ്റെ റേറ്റ് ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരു 325 ആ ഒരു റേഞ്ചിലാണ് റേറ്റ് കാണുന്നത്. ഞാൻ പറഞ്ഞല്ലോ എല്ലാം ഒരു 350 ബിലോ ആണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കുർത്തിയാണ് കേട്ടോ. ഇതും കാണാനൊക്കെ
എനിക്ക് തോന്നുന്നു വീഡിയോയിൽ കാണുന്നതിനേക്കാളും നേരിട്ട് കാണാൻ ഇതിൻ്റെ കളറും ഈ ഒരു കളർ കോമ്പിനേഷൻ റെഡും ഒരു സ്കൈ ബ്ലൂ കളറൊക്കെയാണ് ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ വരുന്നത്. നേരിട്ട് കാണാനായിട്ട് കുറച്ചും കൂടി നല്ല ഭംഗിയാണ്, നല്ലൊരു ബ്രൈറ്റർ കളറാണ്. ഇത് നമുക്കൊരു കുർത്തിയായിട്ടും സ്റ്റൈൽ ചെയ്യാം, അതല്ല ഒരു ഡ്രസ്സ് പോലെ ഇടണമെങ്കിൽ അങ്ങനെയും സ്റ്റൈൽ ചെയ്ത് നമുക്ക് ഇടാവുന്നതാണ്. ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ റിട്ടേൺ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇതിൻ്റെ തുണി എനിക്ക് പിടിച്ച് നോക്കിയപ്പോൾ ഒരു കോട്ടനായിട്ട് എനിക്ക് തോന്നിയില്ല, കുറച്ച് മിക്സ് ഉള്ള പോലെയാണ് തോന്നിയത്. പക്ഷെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. അതുപോലെ ഇത് ഒട്ടും കട്ടിയില്ലാത്ത പോലത്തെ ഒരു മെറ്റീരിയലാണ്. പക്ഷെ നമ്മൾക്ക് അങ്ങനെ ഇട്ട് കഴിയുമ്പോൾ നിഴലടിക്കുക അങ്ങനത്തെ ഇഷ്യൂസൊന്നും ഇല്ല, നമുക്കിടാം. അതുകൊണ്ട് തന്നെ ഞാനത് റിട്ടേൺ ചെയ്യണമെന്നാണ് കിട്ടിക്കഴിഞ്ഞപ്പോൾ വിചാരിച്ച് ഇട്ട് നോക്കുന്നതിന് മുമ്പ്. പക്ഷെ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഇതിൻ്റെ അത്രയും കംഫർട്ടബിൾ ആണ്. ഞാൻ നാട്ടിൽ ആ സമ്മറിൽ എല്ലാവർക്കും അറിയാലോ, നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ പോകുമ്പോൾ നമുക്ക് നാട്ടിലെ ചൂടൊന്നും കുറച്ച് കൂടുതലായിട്ടാണ് നമുക്ക് തോന്നുക. പക്ഷേ ആ ഒരു സമ്മറിൽ എനിക്ക് നല്ല കംഫർട്ടബിളായിട്ട് ഇടാൻ പറ്റിയിരുന്നു. അതുകൊണ്ട് ഇത് ഞാൻ പിന്നെ റിട്ടേൺ ചെയ്തില്ല. ഞാൻ വാഷ് ചെയ്തപ്പോഴും കുഴപ്പമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് ചുരുങ്ങിയായിരുന്നു കേട്ടോ. ഇപ്പോൾ എല്ലാ ഡ്രസ്സുകളും കോട്ടൺ ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് ചുരുങ്ങിയായിരുന്നു. ഞാൻ പിന്നെ മീഡിയമാണ് കാണിച്ചിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുറച്ച് ലൂസ് ഉണ്ടായിരുന്നു. പക്ഷെ വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ കറക്റ്റ് ഫിറ്റിംഗ് ആയി. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അങ്ങനെ ഒരു വലിയൊരു ഡിഫറൻസ് സൈസിൽ എനിക്ക് വന്നിട്ടില്ല വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കേട്ടോ. പിന്നെ ഏറ്റവും വലിയൊരു പ്ലസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഇപ്പോൾ മറ്റേ 3 പീസ് കുർത്തിയൊക്കെ ഒന്ന് അയൺ ചെയ്തിട്ട് ഇടുകയാണെങ്കിൽ നല്ലതായിരിക്കും. പക്ഷേ അല്ലാതെ നമുക്ക് ഇതൊക്കെ അയൺ ചെയ്തില്ലെങ്കിലും ഇടാം. കാരണം ഇതിൻ്റെ പ്രിൻറ്റും ഇതിൻ്റെ ഒരു പാറ്റേണൊക്കെ ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് അയൺ ചെയ്തില്ലെങ്കിലും അത്ര അറിയില്ല, പുറത്തേക്ക് ചുളിഞ്ഞിരിക്കുന്നത് അറിയില്ല. കോട്ടൺ ആയതുകൊണ്ട് എല്ലാവർക്കും അറിയാലോ, വാഷ് ചെയ്ത് കഴിയുമ്പോൾ അത് ആകെ ഇങ്ങനെ ചുരുണ്ട് കൂടി ഇരിക്കും. പക്ഷേ ഇതിന് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇല്ല. നമുക്ക് അയൺ ചെയ്തില്ലെങ്കിലും പെട്ടെന്ന് എടുത്തിട്ട് പോകണമെങ്കിൽ അത് കുറച്ചും കൂടി എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടു. പക്ഷെ അയൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് കുറച്ചൊരു വൃത്തിയിൽ കിടക്കും, ഇല്ലെങ്കിലും നമുക്ക് ഇടാം. നെക്സ്റ്റ് ഇതാണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഓർഡർ ചെയ്തതിൽ വെച്ച് ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം അത്രയും കംഫർട്ടബിൾ ആയിരുന്നു ഇടാനായിട്ട്. ഇതൊരു ഡ്രസ് ടൈപ്പാണ് കേട്ടോ. കുർത്തിയായിട്ട് വേണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം. ഒരു ഡ്രസ് ടൈപ്പാണ്. സ്ലീവിൻ്റെ അവിടെ ഇങ്ങനെ ഒരു കെട്ടൊക്കെ ഉണ്ട്. ഒരു ബിലോ നീ ലെങ്ത്തൊക്കെയാണ് ഇതിൻ്റെ ഒരു ലെങ്ത്ത് വരുന്നത്. ഇതും മീഡിയം സൈസ് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുപോലെ വേസ്റ്റിൻ്റെ അവിടെ ഇങ്ങനൊരു എലാസ്റ്റിക് ഉണ്ട്, അതുകൊണ്ട് കറക്റ്റ് ഫിറ്റിങ്ങിലിരിക്കും. ഇതും നല്ല കോട്ടനാണ്. സ്റ്റിച്ചിങ് ആയാലും ഒക്കെ അടിപൊളിയാണ്. ഇത് ഞാൻ വാഷ് ചെയ്തു, ഇതിൻ്റെ കളറൊന്നും പോയിട്ടില്ല. ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞ പോലെ ചെറുതായിട്ടൊന്ന് ചുരുങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കറക്റ്റായിരുന്നു. പിന്നെ ഇതും നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അയൺ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലാത്തൊരു സംഭവമാണ്. പക്ഷെ അയൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ കുറച്ച് വൃത്തിക്ക് കിടക്കും. ഈ ഒരു ഡ്രസ്സിന് ഞാൻ വാങ്ങിച്ച ടൈമിൽ അതിന് 250 എന്തോ ആയിരുന്നു കേട്ടോ റേറ്റ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര വെറുതാണെന്ന് ആ ഒരു റേറ്റിന്. പക്ഷെ ഇപ്പം ഞാൻ ചെക്ക് ചെയ്തപ്പോൾ 400 എബോ ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഓഫറൊക്കെ വരികയാണെങ്കിൽ ഓഫറിൽ വാങ്ങിക്കാം. പക്ഷെ 400 ആയാലും എനിക്ക് തോന്നുന്നത് നഷ്ടമില്ല. കാരണം നല്ല കോട്ടനാണ്. വാഷ് ചെയ്തിട്ടും എനിക്കങ്ങനെ കുഴപ്പങ്ങളൊന്നും തോന്നിയില്ല. പിന്നെ ഇടാനും ഭയങ്കര കംഫർട്ടബിളാണ്. അപ്പോൾ ഇത്രയാണ് ഞാൻ വാങ്ങിച്ചത്, ഡ്രസ്സായിട്ട് ഞാൻ വാങ്ങിച്ചത്. പിന്നെ ഞാൻ ഒരു ടോപ്പ് ആൻഡ് പാൻറ്റിൻ്റെ ഒരു കുർത്ത സെറ്റും കൂടി വാങ്ങിച്ചിരുന്നു. അത് ഞാൻ സൈഡിൽ കാണിക്കാം കേട്ടോ. അത് ഞാൻ ഓർഡർ ചെയ്തത് ഒരു ഗ്രേ കളറായിരുന്നു. പക്ഷേ എനിക്ക് വന്നത് പിങ്ക് കളറാണ്. അതായത് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ കുർത്തിയുടെ സെയിം കളറാണ് എനിക്ക് വന്നത്. ഞാനത് ആദ്യം റിട്ടേൺ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ എനിക്ക് തോന്നി അതിൻ്റെ ആ ഒരു കുർത്തിയുടെ ക്വാളിറ്റിയും ആ ഒരു സെറ്റിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ കണ്ടിട്ട് എനിക്ക് പിന്നെ റിട്ടേൺ ചെയ്യാനായിട്ട് തോന്നിയില്ല. അതപ്പോൾ ഞാൻ എൻ്റെ അമ്മയ്ക്ക് കൊടുത്തിട്ട് വന്നു. അത് ലാർജായിരുന്നു സൈസ്. അതെനിക്ക് കുറച്ച് വലുതായിരുന്നു, അമ്മയ്ക്കും വലുതാണ്. അമ്മ പിന്നെ ഓർഡർ ചെയ്തിട്ടൊക്കെ ഇടാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അമ്മയ്ക്ക് കൊടുത്തിട്ട് വന്നു, റിട്ടേൺ ചെയ്തില്ല. അതിൻ്റെ ആയാലും ക്വാളിറ്റിയൊക്കെ നല്ലതായിരുന്നു. ഇതുപോലെ തന്നെ ഞാൻ ഒരു 1 ഇയർ മുമ്പ് ഇങ്ങനെ ഒരു പാൻറ്റും ടോപ്പും കൂടിയുള്ള ഒരു സെറ്റ് മീഷോന്ന് വാങ്ങിച്ചിരുന്നു. ഭയങ്കര കോമൺ ആയിട്ട് ഇപ്പോൾ എല്ലാവരുടെയും കാണാം. കാരണം മീഷോന്ന് അങ്ങനത്തെ ഞാൻ ഒരുപാട് പേരുടെ കയ്യിൽ കണ്ടിട്ടുണ്ട്. അതാണെങ്കിലും അത് ഞാൻ ഈ 1 ഇയറിൽ വാഷ് ചെയ്ത് ഉപയോഗിച്ച് മാക്സിമം അത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നിട്ടും ഇപ്പോഴും അത് കുഴപ്പമില്ല. അതിൻ്റെ മെറ്റീരിയലൊക്കെ കുറച്ച് തിന്നായിട്ടോ. കിട്ടുമ്പോൾ ഉള്ളൊരു ഫ്രഷ്നെസ് ഒന്നും നമുക്ക് 1 ഇയർ കഴിഞ്ഞിട്ടുണ്ടാവില്ലല്ലോ. പക്ഷെ നമുക്ക് അങ്ങനെ ആ ഒരു മെറ്റീരിയൽ തിന്നായെന്നോ അങ്ങനെയൊന്നും തോന്നില്ല. അതുപോലത്തെ ഒരു മെറ്റീരിയലാണത്. പക്ഷെ ഇടാനായിട്ട് ഭയങ്കര കംഫർട്ടബിളാണ്. വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഇത് കാണിക്കാനായിട്ട് ഞാൻ മറന്നു കേട്ടോ. ഇതും ഈ പ്രാവശ്യം മീഷോന്ന് തന്നെ വാങ്ങിച്ചതാണ്. ഒരു സാരി ബ്ലൗസാണ്. കോട്ടൺ ആണെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഇത് അത്ര നല്ല കോട്ടനായിട്ട് തോന്നുന്നില്ല. സ്ഥിരമായിട്ടൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ വൺസ് ഇൻ എ വൈൽ നമുക്ക് ഒരു സാരിക്ക് ബ്ലൗസായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇത് പാഡഡ് ആണ്. പക്ഷെ കുറച്ച് കട്ടിയുള്ള ടൈപ്പ് പാഡ് ആയതുകൊണ്ട് ഇടുമ്പോൾ എത്രത്തോളം കംഫർട്ടബിൾ ആയിരിക്കും എന്ന് എനിക്കറിയില്ല. ഞാൻ 34 സൈസാണ് വാങ്ങിച്ചത്. 34 ഓൾട്ടറബിൾ എന്നാണ് അതിൽ കൊടുത്തിരിക്കുന്ന സൈസ്. പക്ഷേ എനിക്ക് ഓൾട്രേഷനൊന്നും ചെയ്യാതെ തന്നെ കറക്റ്റ് ഫിറ്റിംഗ് ആണ്.
പിന്നെ ഇതിൻ്റെ റേറ്റും 200 ബിലോ ആയിരുന്നു. അതുകൊണ്ട് ആ ഒരു റേറ്റിന് എനിക്ക് അഫോർഡബിളായിട്ട് തോന്നി. കാരണം നമ്മളൊരു മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്തായാലും അതിലും കൂടുതൽ റേറ്റ് ആവും. അതുകൊണ്ട് ആ ഒരു റേറ്റിന് ഈ ഒരു മോഡലിൽ എനിക്ക് അഫോർഡബിളായിട്ട് തോന്നി. ഇതുപോലത്തെ തന്നെ ഒരു വൈറ്റും കൂടി, ഏകദേശം സെയിം പാറ്റേൺ, പക്ഷേ ഒരു വൈറ്റും കൂടി ഞാൻ ഓർഡർ ചെയ്തിരുന്നു. അത് അവർ തന്നെ ക്യാൻസൽ ചെയ്തു. ഐ തിങ്ക് അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയതുകൊണ്ടായിരിക്കണം അവർ തന്നെ ക്യാൻസൽ ചെയ്തത്. അതിൻ്റെ ഫുൾ റീഫണ്ടും എനിക്ക് കിട്ടിയിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ മീഷോന്ന് വാങ്ങിച്ചതിലെല്ലാം ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഒരെണ്ണം കളർ മാറി വന്നു, അത് ശരിയാണ്. എന്നാലും ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിലും റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിലും ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. കാരണം ഇപ്പോൾ കുർത്തീസും ചുരിദാറൊന്നും ഞാനിപ്പോൾ UAE-ലാണ്, കാണുന്നവർക്ക് നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ ഡ്രസ്സുകൾ ഇടുന്നത് വളരെ കുറവാണ്. പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷനായിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗെറ്റ് ടുഗദറോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലാണ് അങ്ങനത്തെ എത്നിക് വെയേഴ്സ് ഇടുള്ളൂ. അപ്പോൾ നമ്മൾ ഒരുപാട് എക്സ്പെൻസീവ് ആയത് വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവച്ചിട്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. നാട്ടിൽ കുറച്ച് നാളെ പോകുന്നുള്ളൂ. ഒരു 1 മന്ത് നിൽക്കാൻ പോകുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളത് വാങ്ങിച്ച് എനിക്ക് അതിനോട് അത്ര താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് റിവ്യൂ ഒക്കെ നോക്കി മീഷോന്ന് വാങ്ങിച്ചതാണ്. പക്ഷേ ടു മൈ സർപ്രൈസ് ഞാൻ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആണ് ഈ പ്രാവശ്യം. അതുകൊണ്ടാണ് ഞാനൊരു ഹോൾ വീഡിയോ ചെയ്യാൻ തന്നെ വിചാരിച്ചത്. ഇനി ഡ്രസ്സല്ലാതെ ഞാനൊരു 2 ഐറ്റം കൂടി മീഷോന്ന് വാങ്ങിച്ചിരുന്നു കേട്ടോ. അതും കൂടി കാണിച്ചു തരാം. ഫസ്റ്റ് വൺ ഈ 2 ടിഫിൻ ബോക്സാണ്. ഇങ്ങനെ കമ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ ഉള്ള 2 ടിഫിൻ ബോക്സിൻ്റെ സെറ്റായിരുന്നു. ഇപ്പോൾ കമ്പാർട്ട്മെൻറ്റ്സ് ഉള്ള ടൈപ്പ് നമുക്ക് ഒരുപാട് കിട്ടും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത്, ഞാൻ ഇവിടെയൊക്കെ കുറേ അന്വേഷിച്ചിട്ട് എനിക്ക് ഇങ്ങനെ കിട്ടിയില്ലായിരുന്നു. പിന്നെ നമ്മൾ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളതൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടും. കാരണം കമ്പാർട്ട്മെൻറ്റ്സ് ഉള്ളതിൻ്റെ ലിഡ് ഒരു നോർമൽ ലിഡായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ മക്കൾക്കൊക്കെ കൊടുത്തു വിടുമ്പോൾ ഈ ബോക്സസിലുള്ളതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇതിൽ അങ്ങനെയല്ല. ഇതിൽ ജസ്റ്റ് ഇവിടെ ഒരു കട്ടിങ് ഒക്കെ പോലെ ഉണ്ട്. അതുകൊണ്ട് തന്നെ മിക്സ് ആവാതെ നമ്മൾ ഈ 3 എണ്ണത്തിൽ വെച്ചാലും അത് അതുപോലെ തന്നെ ഇരിക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മിക്സ് ആവുന്നില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായെന്ന് തോന്നുന്നു. പക്ഷെ നോർമലി ഞാൻ ഇവിടെയൊക്കെ കണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ കട്ടിങ്സ് ഒന്നും ഉണ്ടാവില്ല. നോർമൽ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ലിഡായിരിക്കും. അപ്പോൾ നമ്മൾ അടച്ച് കൊടുത്തു വിട്ടാലും അത് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെനിക്ക് നല്ലൊരു അടിപൊളി സംഭവമായിട്ട് തോന്നിട്ടോ. ഇത് 2 എണ്ണത്തിൻ്റെ ബോക്സ്, 2 എണ്ണത്തിൻ്റെ ഒരു സെറ്റായിരുന്നു. അതും ആ ഒരു നമ്മൾ കൊടുത്ത പൈസയ്ക്ക് വേർത്തായിട്ടാണ് എനിക്ക് തോന്നിയത്. ക്വാളിറ്റിയും വലിയ കുഴപ്പമില്ല. പ്ലാസ്റ്റിക് ആണ്, പക്ഷേ വലിയ കുഴപ്പമില്ല. നമുക്ക് ചൂടുള്ളതൊന്നും കൊടുത്തു വിടുന്നില്ലെങ്കിൽ ഒരു സ്നാക്ക് ബോക്സ് ഒക്കെ ആയിട്ട് കൊടുത്തു വിടാനായിട്ട് ഇത് നല്ലതാണ്. പിന്നെ ഞാൻ വാങ്ങിച്ച ഒരു സംഭവമാണ് ഇത് നമ്മൾ നട്ട്സൊക്കെ ഒന്ന് ക്രഷ് ചെയ്തിടണമെങ്കിൽ, കുറച്ച് നട്ട്സൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ മിക്സിയിലിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ വളരെ കുറച്ച് നട്ട്സൊക്കെ ഇടണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിലിട്ട് നമുക്കൊന്നിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ നല്ലപോലെ ക്രഷായിട്ട് കിട്ടും. ഇതിന് 70 റുപ്പീസ് എന്തോ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് ഭയങ്കര ലാഭമായിട്ട് എനിക്ക് തോന്നി. ഇതിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇതും കൂടി ഞാൻ ഡ്രസ്സിൻ്റെ കൂട്ടത്തിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. എനിക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഇനിയും വീഡിയോസ് ഞാൻ ഇതുപോലത്തെയൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നതായിരിക്കും. എന്നെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. സോ താങ്ക് യു. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.